ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് നാളായി ഓൺ വോയിസ് ഒക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് എന്താ അറിയില്ല ഗൈസ്, ഭയങ്കര മടിയായിരുന്നു. ഭയങ്കര മോട്ടിവേഷനൊക്കെ തരുമെങ്കിലും പക്ഷേ എന്ത് കാര്യം, ഞാനും മടി പിടിച്ചിരുന്നു പോയി. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ഫ്ലവർ ടൂളാണേ. ഇത് വെച്ചിട്ട് നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മളിത് കോർക്കേണ്ടത്. ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റുള്ള ഇതിലേക്ക് കോർക്കണം. അങ്ങനെ ഫുള്ള് അങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. പല ലെയറായിട്ട് കിട്ടും. നമുക്ക് തിക്കായിട്ട് വേണമെങ്കിൽ തിക്ക് ലെയർ ഉണ്ടാക്കാം, ചെറിയ ലെയർ മതിയെങ്കിൽ ചെറിയ ലെയർ ഉണ്ടാക്കാം. അങ്ങനെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല സിമ്പിളായിട്ട് ഒരു ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇത് എന്ത് വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വാലറ്റ്, ബാഗ്, പിന്നെന്താ പറയുക, ചെറിയ ബ്ലാങ്കറ്റ് പോലെ ഒക്കെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ വലിയ ടൂളുണ്ട്, ചെറിയ ടൂളുണ്ട്, എല്ലാ ടൈപ്പ് ടൂളും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ചെറിയ കുട്ടികൾക്ക് മുതൽ വലിയവർക്ക് വരെ ഇത് നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ യാണും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഷോർട്സ് ഇട്ടായിരുന്നു. 10 പീസ് വരുന്ന യാൺ വെറും 100 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ നല്ല ബൾക്കായിട്ട് നമുക്ക് ഇതേപോലെ ഓരോന്ന് വാങ്ങാണ്ട് ബൾക്കായിട്ട് വാങ്ങുമ്പോൾ നമുക്ക് കുറേ ഐറ്റംസ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവരാണെങ്കിൽ ലിങ്ക് ചെക്ക് ചെയ്ത് നോക്കണേ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. ചിലവർക്ക് പടം വരക്കാനായിരിക്കും, ചിലർക്ക് ക്രാഫ്റ്റ് ചെയ്യാനായിരിക്കും. അപ്പോൾ ചിലവർക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ടാവും. ചെറിയ കുട്ടികൾക്കാണെങ്കിലും ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ, നമുക്ക് ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റിയ ഒരു ടൂളാണ് കേട്ടോ ഇത്. സിമ്പിളായിട്ട് നമുക്ക് കുട്ടികൾക്കാണെങ്കിലും ഒക്കെ സിമ്പിളായിട്ട് എപ്പോഴും ഫോണും ഒക്കെ നോക്കിയിരിക്കാണ്ട് ഇതുപോലുള്ള ടൂൾസൊക്കെ വാങ്ങി കൊടുക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ വീട്ടിലിരുന്ന് തന്നെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കാൻ ശ്രമിക്കും. അപ്പോൾ അവരുടെ ക്രിയേറ്റിവിറ്റി കൂട്ടിയെടുക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇതേപോലുള്ള ഐറ്റംസൊക്കെ വാങ്ങി കൊടുക്കുക. നമ്മുടെ ചെറുപ്പകാലത്ത് ഇതൊക്കെ സ്കൂളിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. സ്കൂളിൽ നമുക്ക് ഇതേപോലെ ചെയ്ത് പഠിപ്പിക്കാനും ഒക്കെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അതിന് ഓരോ പീരീഡ്സ് ഉണ്ടായിരുന്നു, വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ പീരീഡ്സിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു, മാല, വള, ഹെയർ ബാൻഡ് ഒക്കെ നമ്മൾ ആ ഒരു വർക്ക് എക്സ്പീരിയൻസിൻ്റെ പീരീഡിൽ കളറിങ് എല്ലാം ചെയ്യുന്ന ഒരു ഫാബ്രിക് പെയിൻറ് വെച്ചിട്ട് കളറിങ് ചെയ്യണ ആ ഒരു ഇത് എല്ലാവരും ആ ഒരു പീരീഡിൽ ആ ഒരു ദിവസം വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ദിവസം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ദിവസമാണ്. പെട്ടെന്ന് ആ ഒരു പീരീഡ് ആയിക്കോട്ടെ, ആവണം എന്നുള്ള ചിന്തയിലായിരിക്കും എല്ലാവരും ഇരിക്കുക. ഓരോ ഐറ്റംസ് ഓരോരുത്തർ കൊണ്ടുവരും. ഇതേപോലെ യാൺ വാങ്ങും, ചെറിയ ചെറിയ കെട്ട്, എന്നിട്ട് എംബ്രോയ്ഡറി പോലെ പടം വരച്ചിട്ട് പൂക്കളൊക്കെ വരച്ചിട്ട് എംബ്രോയ്ഡറി പോലെ അത് ചെയ്യും. അപ്പോൾ അതേപോലെയാണ് നമുക്ക് ക്രിയേറ്റിവിറ്റി കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള ടൂൾസും. പിന്നെ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കാം, ചെയ്യാൻ കൊടുക്കുക, നമ്മൾ പറഞ്ഞു കൊടുക്കുക, അപ്പോൾ അവർ ചെയ്തോളും. കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്കും ഭയങ്കര മടിയായിരുന്നു. നമ്മൾ മറ്റുള്ളവരോട് പറയും മടി പിടിച്ചിരിക്കരുത്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, മറ്റത് ചെയ്യണം, മറിച്ചത് ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷെ എന്ത് കാര്യം, നമുക്കൊരു മടി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മടി വന്നു കഴിഞ്ഞാൽ മടി പിടിച്ചവിടെ ഇരിക്കും. അതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ ഓരോരുത്തരും അങ്ങനെയാണ്. ഓരോരുത്തരും മടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എപ്പോഴും ബിസി ആയിട്ടിരിക്കുന്നവരാണെങ്കിൽ എപ്പോഴും ആക്റ്റീവായിരിക്കും. ഫുൾ ടൈം അവർക്ക് ടൈമേ ഉണ്ടാവില്ല. നിൽക്കാനും ടൈമില്ലാണ്ട് അവർ ഓടിപ്പാഞ്ഞ് നടക്കണം. അങ്ങനെയുള്ളവരുണ്ട്. മടി ഉണ്ടായാലും കാര്യമില്ല. ചിലവർക്ക് ബിസി ആയതുകൊണ്ട് മടി പിടിച്ചിരിക്കാനും പറ്റില്ല. അങ്ങനെയുള്ളവരുണ്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ,
ഈവിളായി എന്നും പറയൂലേ, അത് കണ്ണ് കിട്ടുക അങ്ങനെ പറയുന്നത്. അത് നിങ്ങൾക്കാർക്കെങ്കിലും അനുഭവം ഉണ്ടോ? ഇതേപോലെ അവർ പറയും ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം അവർക്ക് പാടില്ലാണ്ടാവും. ശരിയാണ്, ഞാനും ഇതേപോലെ അത് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. എൻ്റെ മക്കളുടെ ഫോട്ടോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒന്നെങ്കിൽ വീണ് കാല് പൊട്ടും, അല്ലെങ്കിൽ പനി വരും. അങ്ങനെ ഓരോ അവസ്ഥകളായിരിക്കും. പക്ഷെ എനിക്കതിൽ വിശ്വാസമൊന്നുമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തിറങ്ങുന്നുണ്ട്, നമുക്ക് കണ്ണിട്ടോന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പുറത്തിറങ്ങുക. അല്ല, നമുക്ക് ഓരോ ചിന്താഗതികൾ വന്നതാണ്, അങ്ങനെ വരണത് ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. ഇപ്പം എന്ത് ചെയ്താലും ഓരോ കാര്യങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മളതിനെ കമ്പയർ ചെയ്യുന്നത് ചിലപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ടായിരിക്കാം നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു വന്നത്, അങ്ങനെ വിചാരിക്കും. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയണേ, ജീവിതമല്ലേ, ലൈഫല്ലേ, പല പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നമുക്ക് വരും. അതിലുപരി നമുക്ക് സന്തോഷങ്ങളും വരും. പക്ഷേ ആ സന്തോഷങ്ങൾ വരുമ്പോൾ നമ്മളത് ചിന്തിക്കണില്ല. ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമുക്ക് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ വന്നത് അങ്ങനെ ചിന്തിക്കും. ഇങ്ങനെ ചെയ്തതുകൊണ്ടാണോ എനിക്കിപ്പോൾ ഇങ്ങനെ വന്നത്, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ. അതൊക്കെ വെറുതെ നെഗറ്റീവ് അടിച്ച് കളയാന്നല്ലാണ്ട് ഒരു കാര്യമില്ല. നമുക്ക് സന്തോഷങ്ങളുണ്ട്, അതിലുപരി ദുഃഖങ്ങളും ഉണ്ടാവും. അതൊക്കെ ഒരു ലൈഫിൻ്റെ ഭാഗം. ഇപ്പം ഇന്ന് ദുഃഖമാണെങ്കിൽ നാളെ സന്തോഷം കിട്ടും. അപ്പോൾ നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് വിചാരിക്കണ പോലെ എല്ലാവർക്കും നാളെ സംഭവിക്കുക. അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോകാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ബിഗ് ബോസ് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും ബിഗ് ബോസിൻ്റെ ഫാൻസ് ആയിരുന്നു? ആരുടെയൊക്കെ ഫാനായിരുന്നു? അനീഷിൻ്റെ ഫാനായിരുന്നു, അനുമോളുടെ ഫാനായിരുന്നു, അക്ബറിൻ്റെ ഫാനായിരുന്നു, ആരുടെ ഫാനായിരുന്നു? എനിക്ക് പ്രത്യേകിച്ച് ഇത്തവണ അങ്ങനെ ഫാൻസായിട്ട് അങ്ങനെ ഒന്നും തോന്നിയില്ല. എല്ലാവരും ഒരുപോലെ ഉള്ളവരായിട്ട് തോന്നിയത്. പ്രത്യേകിച്ച് ഒരാളോടൊരു ഇഷ്ടം അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഇത്തവണത്തെ ബിഗ് ബോസിൽ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയൊക്കെയെന്ന് ഒന്ന് അഭിപ്രായം പറയണേ. പക്ഷെ ഞാൻ വിചാരിച്ചത് ചിലപ്പോൾ അനീഷിന് കപ്പ് തൂക്കാം, അനുമോൾക്ക് എന്തായാലും കിട്ടും. പക്ഷേ എന്നാലും ഒരു സർപ്രൈസ് പോലെ അനീഷിന് കിട്ടും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാനും ഇവിടെ എല്ലാവരും കൂടി ബെറ്റടിച്ചുകൊണ്ടിരുന്നത്, ഞാൻ പറഞ്ഞത് അനീഷ് കൊണ്ടുപോകുമെന്നാണ്. പക്ഷേ ലാസ്റ്റ് ഫൈനലിൽ വന്നപ്പം അനുമോള് കപ്പ് തൂക്കി. അപ്പോൾ എനിക്ക് പണി കിട്ടി ഗൈസ്. അങ്ങനെ ബിഗ് ബോസും കഴിഞ്ഞ് അനുമോള് കപ്പും തൂക്കിപ്പോയി. ഞങ്ങൾ ആദ്യമൊക്കെ ഇങ്ങനെ ബിഗ് ബോസും ഇത് വീഡിയോ ഒക്കെ ഇരുന്ന് കാണുമ്പോൾ ഉണ്ടല്ല, ഞങ്ങളുടെ ഉമ്മ പറയും എന്തുട്ടാ എന്നൊക്കെ പറയും, എന്തുട്ടാ കാണണേ എന്നൊക്കെ പറയാം. അങ്ങനെ പറയാം. പക്ഷേ ഇപ്പം ഉണ്ടല്ല, എൻ്റെ ഉമ്മയൊക്കെ ഭയങ്കര ബിഗ് ബോസിൻ്റെ ഫാൻസാണ്. ഒരു ദിവസം മുടങ്ങി കഴിഞ്ഞാൽ പറയും നീ കണ്ടോടി ഇന്നത്തെ ബിഗ് ബോസ് എന്ന് ചോദിക്കും. അപ്പം അതാണ് ഇന്നത്തെ അവസ്ഥ. എൻ്റെ ഉമ്മയൊക്കെ ഫുൾ ബിഗ് ബോസ് ഫാനാണ്. ഇനി എന്ത് ചെയ്യും? ബിഗ് ബോസ് കഴിഞ്ഞ് ഇനിയിപ്പോൾ വീണ്ടും സാഡായി. ഇനി കുറച്ച് ദിവസത്തേക്ക് ബിഗ് ബോസിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അതൊക്കെ നമ്മുടെ ഒരു സന്തോഷമാണ്. അപ്പോൾ ഈ ഒരു ടൂള് നമ്മുടെ മക്കൾക്കൊക്കെ വാങ്ങിക്കൊടുക്കുക, ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാനൊക്കെ ആയിട്ട് ഒരു അച്ചല്ല പറഞ്ഞത്, പല ടൂൾസും ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. പിന്നെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ പറയാം, അഭിപ്രായങ്ങൾ പറയാം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ ചെയ്തതിൽ എന്തൊക്കെയാണ് ശരി, എന്തൊക്കെയാണ് തെറ്റെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റണത്. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോഴാണ് നമ്മൾ ഓരോ തിരുത്തലുകൾ ഉണ്ടാക്കുക. അപ്പോൾ ഈ പ്രോഡക്റ്റ് വേണ്ടവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കണേ.